പല യൂട്യൂബ് വീഡിയോകളിലും ചിലപ്പോൾ നല്ല കണ്ടന്റ് ആയിരിക്കും, അവരുടെ പ്രസൻറ്റേഷനൊക്കെ നല്ല അടിപൊളി പ്രസൻറ്റേഷൻ ആയിരിക്കും. പക്ഷേ ആ ഒരു വീഡിയോക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. അതിന് ചിലപ്പോൾ കാരണം അതിന് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ലൈറ്റിങ് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. കറക്റ്റായിട്ടുള്ള ലൈറ്റിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീഡിയോകൾ വളരെ ഫ്ലോപ്പായി പോകും. എക്സ്പെൻസീവായിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് എടുത്ത വീഡിയോ ആയാലൊന്നും ലൈറ്റിങ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫീല് വളരെ ബാഡായി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഈ സീരീസ് മലയാളം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ വീഡിയോകൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ പ്രോപ്പർ ലൈറ്റിങ് നൽകാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ലൈറ്റുകൾ അതിന് യൂസ് ചെയ്യാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ മിക്ക ആളുകളും വീഡിയോ എടുക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ വീഡിയോകൾക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ലൈറ്റിങ് നൽകി കഴിഞ്ഞാൽ അതിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് വളരെ ഗുഡ് ഒരു ഫീലായിരിക്കും. അപ്പോൾ ഏതൊക്കെ ലൈറ്റ് സോഴ്സുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഒന്ന് പറയാം. തീർച്ചയായിട്ടും മിക്ക യൂട്യൂബേഴ്സും ആശ്രയിക്കുന്നത് നാച്ചുറൽ ലൈറ്റിനെ ആയിരിക്കും. പക്ഷേ നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലത്തൊന്നും കറക്റ്റായിട്ടുള്ള ഒരു ലൈറ്റിങ് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് മാത്രമല്ല പല സമയത്തും പല ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റായിരിക്കും നമുക്ക് ലഭിക്കുന്നതും. ഇപ്പോൾ ഒരു വിൻഡോയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരുപാട് സമയം വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ നാച്ചുറൽ ലൈറ്റിനെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും. അപ്പോൾ നമ്മുടെ വീഡിയോകളിൽ ഇങ്ങനെ ലൈറ്റ് കുറഞ്ഞും കൂടിയും നിന്ന് കഴിഞ്ഞാൽ ആ വീഡിയോ ആകെ കോളാവും. അപ്പോൾ നമുക്ക് നാച്ചുറൽ ലൈറ്റിനെ ആശ്രയിക്കുന്നതിലേറെ നല്ലത് എപ്പോഴും ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ ആശ്രയിക്കുന്നത് തന്നെയാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ലൈറ്റിന് പല ലൈറ്റുകൾക്കും ഇപ്പോൾ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ പല ആളുകളും ചെയ്യുന്നത് സാധാ ബൾബൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കും. അപ്പോൾ ഇങ്ങനെ സാധാ ബൾബ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ബൾബിന് ബാക്ക് സൈഡിൽ ഷാഡോ അടിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ തൊട്ട് ബാക്കിലായിട്ട് ഷാഡോ അടിക്കും. അപ്പോൾ ഇങ്ങനെ ഷാഡോ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ലൈറ്റാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ആവശ്യം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു നാച്ചുറൽ ലൈറ്റ് പോലെ ലഭിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ നാച്ചുറൽ ലൈറ്റ് പോലെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ലൈറ്റാണ്. ഒരു സോഫ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ് ബോക്സിൽ നിന്നും ലഭിക്കുന്ന ലൈറ്റിന് ഷാഡോ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് സോഫ്റ്റ് ബോക്സ് ഒന്നുമല്ല. സോഫ്റ്റ് ബോക്സ് വാങ്ങാനുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2 റിംഗ് ലൈറ്റുകളാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരു 2 റിംഗ് ലൈറ്റ്, ഒന്നാമത്തെ കാര്യം റിംഗ് ലൈറ്റ് വാങ്ങുക എന്നുള്ളതിന് ഒന്നാമത്തെ കാര്യം ഇതിന് പ്രൈസ് കുറവാണ് എന്നുള്ളതാണ്. സോഫ്റ്റ് ബോക്സ് ഒക്കെ വാങ്ങണമെങ്കിൽ നല്ല പ്രൈസ് വരും. അതിൻ്റെ സ്റ്റാൻഡും ആ ഒരു സോഫ്റ്റ് ബോക്സും ഒക്കെ കൂടെ വാങ്ങുമ്പോഴേക്ക് നല്ലൊരു സംഖ്യ വരും. സോഫ്റ്റ് ബോക്സ് വാങ്ങാൻ കഴിയാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു റിംഗ് ലൈറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 2 റിംഗ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് നല്ല രീതിയിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീഡിയോക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ലൈറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് 3 ലൈറ്റുകളാണ്. ഒന്ന് മെയിൻ ലൈറ്റ്, ഒന്ന് ഫിൽ ലൈറ്റ്, അതേപോലെ തന്നെ ഒന്ന് ബാക്ക് ലൈറ്റും. അപ്പോൾ ഇങ്ങനെ 3 ലൈറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോകൾക്ക് നല്ല രീതിയിൽ ലൈറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻ ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലാണ് മെയിൻ ലൈറ്റ് നമ്മൾ വെക്കേണ്ടത്. നമ്മുടെ മുഖത്തിൻ്റെ കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മെയിൻ ലൈറ്റ് കൊടുക്കണം. അതേപോലെ തന്നെ ഫിൽ ലൈറ്റ് കൊടുക്കേണ്ടത് ഈ സൈഡിലാണ്. ഈ ഫിൽ ലൈറ്റും മെയിൻ ലൈറ്റും കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തേക്ക് കറക്റ്റായിട്ട് ലൈറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽ ലൈറ്റും അതേപോലെ മെയിൻ ലൈറ്റും നൽകുന്നത്. ഈ മെയിൻ ലൈറ്റിൽ നിന്നും ഫിൽ ലൈറ്റിൽ നിന്നും വരുന്ന ആ ഒരു ലൈറ്റ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഷാഡോ ഒന്നും ഇല്ലാതെ, നമ്മുടെ മുഖത്തിന് ഷാഡോ ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ലൈറ്റപ്പ് നമുക്ക് കിട്ടും. ഇനി മറ്റൊരു ലൈറ്റാണ് ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ ബാക്ക് ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കളർ ലൈറ്റാണ്. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആ ലൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു ബാക്ക് ലൈറ്റും ഒരു മെയിൻ ലൈറ്റും ഒരു ഫിൽ ലൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോക്ക് കറക്റ്റായിട്ട് ലൈറ്റിങ് ലഭിക്കും. ഇനി ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനിവിടെ ഫിൽ ലൈറ്റായിട്ട്
കൊടുത്തിട്ടുള്ള ഈ ഒരു റിംഗ് ലൈറ്റാണ് ഞാൻ ഫിൽ ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വീഡിയോക്ക് വന്നിട്ടുള്ള ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ഭാഗം മൊത്തം ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്ത് വീഡിയോയിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയുമായി ഗുഡ് ബൈ.